മുനമ്പം ഭൂമി കേസിൽ ഫറൂഖ് കോളേജിന്റെ ഹർജി ഡിസംബർ 27 മാറ്റി. കേസ് പരിഗണിക്കുക കൊച്ചിയിലെ വഖഫ് ട്രൈബ്യൂണലിലായിരിക്കും. കേസിൽ കക്ഷി ചേരാനുള്ള വഖഫ് സംരക്ഷണ സമിതിയുടെയും സിദ്ദിഖ് സേഠിന്റെ കുടുംബത്തിന്റെയും ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. മുനമ്പം വഖഫ് ഭൂമി കേസ് ഈ മാസം 27 മാറ്റിവെച്ചു. കേസിൽ കക്ഷി ചേരാനുള്ള വഖഫ് സംരക്ഷണ സമിതിയുടെയും സിദ്ദിഖ് സേഠിന്റെ കുടുംബത്തിന്റെയും ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. നമ്മൾ ഇന്നത്തെ കേസ് 27/12 എറണാകുളം ക്യാമ്പ് സിറ്റിംഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ട്രിബ്യൂണലിൽ നിന്നല്ല, ട്രിബ്യൂണലിൽ ക്യാമ്പ് സിറ്റിംഗ് എറണാകുളത്ത് നടക്കും. അപ്പോൾ അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ട് അതിൽ കൗണ്ടറിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ആപ്ലിക്കേഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കേസ് മുന്നോട്ട് പറയാൻ പറ്റുള്ളൂ. സ്വീകരിച്ചിട്ടുണ്ട്, അനുവദിച്ചിട്ടില്ല. ഓക്കെ. സിദ്ദിഖ് സേഠ് ഫറൂഖ് കോളേജിന് ദാനമായി നൽകിയ 404 ഏക്കർ ഭൂമിയുടെ പേരിലാണ് മുനമ്പത്തെ തർക്കം ആരംഭിച്ചത്. മുനമ്പത്തെ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയെന്ന് പറഞ്ഞ് 2019 ഈ ഭൂമി വഖഫ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു. ഭൂമിയിൽ നിന്ന് നികുതി പിരിക്കുന്നതും തടഞ്ഞു. അതിനെതിരെയാണ് ഫറൂഖ് കോളേജിന്റെ ഹർജി. അത് വഖഫ് ഭൂമിയല്ലെന്ന് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഉറപ്പിച്ചു പറയുന്നു. അതിനാൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള വഖഫ് ബോർഡിന്റെ വിധി, ഭൂമിയിൽ നികുതി പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം എന്നീ ഉത്തരവുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഹർജി നൽകിയത്. കേസിൽ കക്ഷി ചേർന്ന സിദ്ദിഖ് സേഠിന്റെ കുടുംബത്തിന്റെയും വഖഫ് സംരക്ഷണ സമിതിയുടെയും വാദം കേട്ട ശേഷമായിരിക്കും വഖഫ് ട്രൈബ്യൂണൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ജനം, കോഴിക്കോട്.